അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാ സ്തോത്രത്തിൽ 1-ാം ശ്ലോകത്തിൽ മനസ്സുകൊണ്ട് സ്മരിച്ച്, 2-ാം ശ്ലോകത്തിൽ വാക്കുകൊണ്ട് ഭജിച്ച്, 3-ാം ശ്ലോകത്തിൽ ശരീരം കൊണ്ട് സ്മരിച്ചു. 3 വിധ കാരണങ്ങൾ കൊണ്ടും ഞാൻ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഭജിക്കുന്നു എന്നാണ്. ഇരുട്ടിനുപരിയുള്ള സൂര്യശോഭയോട് കൂടിയ പൂർണ്ണമായ സനാതന പദത്തെ ഞാൻ സ്മരിക്കുന്നു. സനാതനമെന്നാൽ ഒരിക്കലും നശിക്കാത്തതാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാ സ്തോത്രത്തിലെ 3-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ 3-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 1-ാം ശ്ലോകത്തിൽ ഞാൻ സ്മരിക്കുന്നു എന്നും 2-ാം ശ്ലോകത്തിൽ ഭജിക്കുന്നു എന്നും 3-ാം ശ്ലോകത്തിൽ നമിക്കുന്നു എന്നുമാണ് ക്രിയാപദം. ഭജിക്കുക എന്നുള്ളതിന് സേവിക്കുക എന്നർത്ഥം. സേവിക്കുക ശരീരം കൊണ്ടാവാം, വാക്കുകൊണ്ടാവാം, മനസ്സുകൊണ്ടാവാം. എങ്കിലും സാമാന്യമായിട്ട് വാക്കുകൊണ്ട് ഭജനകൾ ചെയ്യുന്നു. സ്മരണം എപ്പോഴും മനസ്സുകൊണ്ടാണ്, അന്ധകരണത്തെ കൊണ്ടാണ്. അപ്പോൾ 1-ാം ശ്ലോകത്തിൽ മനസ്സുകൊണ്ട് സ്മരിച്ചു, 2-ാം ശ്ലോകത്തിൽ വാക്കുകൊണ്ട് ഭജിച്ചു, 3-ാം ശ്ലോകത്തിൽ നമിക്കുകയാണ്. നമസ്കരിക്കുന്നത് എപ്പോഴും ശരീരം കൊണ്ടാണ്. അപ്പോൾ 3 വിധ കരണങ്ങളെ കൊണ്ടും ഞാൻ ആരാധിക്കുന്നു എന്നാണ് സ്മരിക്കുന്നു, ഭജിക്കുന്നു, നമിക്കുന്നു എന്നീ 3 പദങ്ങളെ ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പ്രഭാതത്തിൽ നമിക്കുന്നു അഥവാ ആദ്യമായി തന്നെ നമിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇരുട്ടിനുപരിയുള്ള സൗരശോഭയോടുകൂടിയ, സൂര്യവർണ്ണത്തോടുകൂടിയ പൂർണ്ണമായ സനാതന പദത്തെ ഞാൻ നമിക്കുന്നു എന്നാണ്. എന്താണ് ഈ സനാതന പദം? പദമെന്നാൽ പാദമെന്നർത്ഥം, പദമെന്നാൽ സ്ഥാനമെന്നർത്ഥം, പദമെന്നാൽ വാക്കെന്നും അർത്ഥം. ഇതെല്ലാം ഇവിടെ യോജിക്കും. സനാതനമെന്നാൽ ഒരിക്കലും നശിക്കാത്തത്. സനാഥ് എന്നതിന് നാശരഹിതമെന്നർത്ഥം. ഇപ്പം നാശരഹിതമെന്ന ഭാവം ഉള്ളതാണ് സനാതനം. ഒരിക്കലും നശിക്കാത്തത്, കാലത്താൽ ബാധിക്കപ്പെടാത്തത്. ആ അർത്ഥത്തിലാണ് അച്യുതം എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഒരിക്കലും ച്യുതിയില്ലാത്ത, അജം അച്യുതം, ജന്മരഹിതമായ, നാശരഹിതമായ എന്ന്. അപ്പം സനാതനമായ ഒരിക്കലും നശിക്കാത്ത പദം സ്ഥാനം. മറ്റെല്ലാ പദങ്ങളും സ്ഥാനങ്ങളും തത്കാലത്തേക്ക് മാത്രമുള്ളതാണ്. ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, വളരുന്നു, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു, തളരുന്നു, നശിക്കുന്നു. ഇങ്ങനെ ഷഡ്ഭാവവികാരങ്ങളിലൂടെ കറങ്ങുന്നതാണ് എല്ലാ പദങ്ങളും. എന്നാൽ യാതൊരു സ്ഥാനമാണോ സനാതനമായത്, ഒരിക്കലും നശിക്കാത്തത്, അതിന് സനാതന പദം പറയാം. യാതൊന്നിലേക്ക് എത്തിച്ചേരുന്നുവോ അത് പദ്യതേ. ഇത് ഈ പദം എന്നുള്ള അർത്ഥം പറഞ്ഞാൽ സ്ഥാനം, അപ്പോഴും സനാതന പദം. ഇനി വാക്ക് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ സനാതനമായ വാക്ക്, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും പറഞ്ഞു തീരാത്ത, ഒരിക്കലും പൂർണ്ണമായി എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയാത്ത, വ്യവഹാരത്തിനുപരി നിലകൊള്ളുന്ന വാക്ക്. സനാതന ശബ്ദം ബ്രഹ്മപര്യായമായിട്ടും ഈശ്വരപര്യായമായിട്ടുമൊക്കെ ശാസ്ത്രങ്ങളിൽ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. സനാതനോയം, ഇവൻ സനാതനനാണ് എന്നൊക്കെ. ശാശ്വതോയം, ശാശ്വതനാണ് എന്നൊക്കെ. അങ്ങനെയുള്ള സനാതന പദത്തെ ഞാൻ നമിക്കുന്നു. തുടർന്ന് പറയുകയാണ് പുരുഷോത്തമാഖ്യം. പുരുഷോത്തമൻ എന്ന ആഖ്യ പേര് ആർക്കുണ്ടോ അവൻ. അങ്ങനെ പുരുഷോത്തമാഖ്യമായതിന് വേദത്തിൽ പുരുഷോത്തമ ശബ്ദം വൈദിക ശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമാണ്. ഉപനിഷത്ത് സാരമായ ഗീത പരമാത്മാവിനെ പുരുഷോത്തമ ശബ്ദം കൊണ്ട് പറയുന്നു. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത എന്ന്.
പരമാത്മാവാണ് പുരുഷോത്തമൻ എന്നർത്ഥം. പുരുഷനും ഉത്തമനുമായവൻ പുരുഷോത്തമൻ. പുരുഷൻ എന്നാൽ എന്തിനാൽ എല്ലാം പൂർണ്ണമാണോ അവനാണ് പുരുഷൻ. പൂർണ്ണം അനേന സർവം ഇതി പുരുഷഃ. എല്ലാം എന്തിനാൽ പൂർണ്ണമോ അത് പുരുഷൻ. അഥവാ പൂർണ്ണത്വാത് പുരുഷഃ. സ്വയം പൂർണ്ണനായവൻ പുരുഷൻ. അതുമല്ലെങ്കിൽ പുരുഷു ശേതേ ഇതി പുരുഷഃ. ശരീരങ്ങളിൽ നിവസിക്കുന്നവനാരോ ആത്മഭാവേന അവൻ പുരുഷൻ. ഇങ്ങനെയൊക്കെ പുരുഷ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. പുരുഷനും ഉത്തമനുമായവൻ. ഉത്തമൻ ഏറ്റവും ഉയർന്നവനാണ്. ഏറ്റവും ഉയർന്നവൻ, ശ്രേഷ്ഠൻ എന്നർത്ഥം. ഏറ്റവും ഉയർന്നവനെയാണ് നമ്മൾ ഉത്തമൻ എന്ന് പറയുക. അപ്പോൾ പുരുഷനും ഉത്തമനുമായവനാരോ അവൻ പുരുഷോത്തമൻ. അഥവാ പുരുഷരിൽ ഉത്തമനായവൻ. സകല ജീവരാശിയിലും ക്ഷേത്രജ്ഞഭാവത്തിൽ, ജീവാത്മഭാവത്തിൽ ഏതൊരു ഉത്തമനാണോ പരമാത്മാവാണോ നിവസിക്കുന്നത് അവനാണ് പുരുഷോത്തമൻ. ഇങ്ങനെ അനേകം ദൃഷ്ടികളിലൂടെ നമുക്ക് അർത്ഥങ്ങളെ കാണാം. ഏതായാലും പുരുഷോത്തമൻ എന്ന് പേരുള്ള ആ സനാതനനെ, പൂർണ്ണനെ, അർക്കവർണ്ണനെ, അന്ധകാരത്തിനുപരിയുള്ളവനെ ഞാനിതാ നമിക്കുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഓ